അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ നൂറ്റാണ്ടിൽ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഏവർക്കും സുപരിചിതമാണ്. ലോകം മുഴുവനും ഒരു വിരൽത്തുമ്പിലേക്ക് വലിഞ്ഞുകൂടുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക തീർത്തും അവസരോചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരം എനിക്ക് കനിഞ്ഞേകിയ പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, വിദ്യാഭ്യാസം എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിൻ്റെ അത്യുന്നതങ്ങളിലെത്തിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ തന്നെ വിദ്യാഭ്യാസം അനിവാര്യമായ ഘടകമായി തീർന്നിരിക്കുകയാണ്. ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് അല്പം വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ശേഷം അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട് പറയുന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചവൻ. ഈ 5 സൂക്തങ്ങളാണ് പ്രവാചകർക്ക് ആദ്യമായി ഇറങ്ങിയത്. വിജ്ഞാനത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അള്ളാഹു തൻ്റെ പ്രവാചകർക്ക് ആദ്യമായി ഇറക്കിയ സൂക്തത്തിൽ തന്നെ പറയുന്നത് അവൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. വായന എന്നത് വിജ്ഞാന സമ്പാദനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ. ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഇസ്ലാം എത്രമാത്രം വിദ്യാഭ്യാസത്തിന് വില കൽപ്പിക്കുന്നു എന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം വിജ്ഞാന സമ്പാദനത്തിന് വളരെയധികം പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. ചരിത്ര താളുകളിൽ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും വിജ്ഞാന സമ്പാദനത്തിൽ മുസ്ലിങ്ങൾ എത്രമാത്രം മുൻപന്തിയിലെത്തിയിട്ടുണ്ടെന്നത്. ഏതു മേഖല എടുത്താലും അതിൽ അഗ്രഗണ്യരായ ഒരുപാട് മഹാന്മാർ നമുക്ക് മാതൃക കാണിച്ചു കടന്നു പോയിട്ടുണ്ട്. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിജ്ഞാനം കരസ്ഥമാക്കുക. അതായത് എത്ര കഷ്ടപ്പെട്ടാലും എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും നിങ്ങൾ വിജ്ഞാനം കരഗതമാക്കുക. യാത്രാ സൗകര്യം തീരെ കുറഞ്ഞ അന്ന് എത്തിപ്പെടാൻ പ്രയാസമേറിയ ഒരു രാജ്യമായിരുന്നു ചൈന. അതിനാലാണ് പ്രവാചകർ അങ്ങനെ പ്രസ്താവിച്ചത്. പ്രവാചകരുടെ പ്രോത്സാഹനം കൊണ്ടാണ് തുടർന്നു വന്ന പല മഹാന്മാരും വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയത്. അങ്ങനെയല്ലായിരുന്നു എങ്കിൽ മുൻകാല പണ്ഡിതന്മാരെല്ലാം തൻ്റെ നാഥന് മാത്രം വഴിപ്പെട്ട് ആരാധനയിൽ മാത്രം കഴിഞ്ഞുകൂടുമായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പഠിപ്പിച്ചു. വിജ്ഞാനം പഠിപ്പിക്കലും ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.